എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോൽമ്പിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പറ്റുന്ന ഒരു അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റാഗി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും ഈ റാഗിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം, എന്നാലാണ് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് നമ്മൾ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് വഴറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പഴവും നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഉടഞ്ഞ നല്ല പഴുത്തതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പഴത്തിനെയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു നെയ്യും കൂടെ ആകുമ്പം നല്ലൊരു ഫ്ലേവറും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ആ ഒരു നെയ്ക്കകത്തേക്ക് ഈ പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വഴന്ന് ഒന്ന് റെഡിയായിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു പരുവത്തിലൊക്കെ ആവുന്നത് അത്രയും നേരം മതി. അപ്പം ഈ ഒരു സമയമൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് നേരം ആ തേങ്ങയും കൂടെ കുറച്ചൊന്ന് വെന്ത് ഒന്ന് റെഡിയായിട്ട് വന്നോളും. അപ്പോൾ അത്രയും നേരം മതി, ഒരുപാട് നേരം ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 4-5 ഏലക്കായും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി ഒന്ന് സെറ്റായിട്ട് വരും. അതേപോലെ തന്നെ പഴം ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് ഉടഞ്ഞും കൂടെ വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഞാൻ കുറച്ചൊന്ന് ആ ഒരു ചട്ടക്കം വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ ഒക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഏകദേശം നല്ലപോലെ ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു 1/4 കപ്പ് റാഗി പൗഡറാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു റാഗി പൗഡറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത്. നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആ ഒരു രീതിക്ക് എല്ലാ ഭാഗമൊന്നും നനഞ്ഞൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ഞാൻ രണ്ടാമത് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇളക്കിയപ്പോൾ സമയത്ത് ഏകദേശം ഇതാ കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ ബാക്കിയായിട്ട് വന്നു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റാഗി പൗഡറും അതേപോലെ തന്നെ ആ ഒരു പഴവും മിക്സും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കണം. അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഇത് നല്ലപോലെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് നനഞ്ഞ് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കര പാനിയാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പാണ്. അപ്പം നമ്മൾ കറക്റ്റ് തന്നെ നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനി ഒരു 1/4 കപ്പോളം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ മധുരം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവണം. എന്നിട്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം, ഒരുപാട് കൂട്ടണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടാൻ പാകത്തിന് ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് ഏകദേശം പാനിൽ നിന്നൊക്കെ വിട്ട് ഇതുപോലെ ഒന്ന് ആയിട്ട് വരുന്ന സമയമാവും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്.
ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കിയത്. എന്നിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്ലേറ്റിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ എണ്ണ തടവോ അല്ലെങ്കിൽ നെയ്യ് തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരേ കനത്തിൽ ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുവാണ്. അതാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ ഇപ്പം കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രീതിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കുക്കീസിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടറുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു ഒരേ ഒരു തിക്നെസ് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി എല്ലാം ഒന്ന് ഒരേപോലെ തിക്നെസ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടറുകളുണ്ടെങ്കിൽ നമ്മുടെ കുക്കീസിൻ്റെ കട്ടറാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ 3 ഷേപ്പിൽ ഒന്ന് സ്റ്റാറും ഒന്നൊരു ഫ്ലവറിൻ്റെ ഷേപ്പും പിന്നെ ഒന്ന് ഹാർട്ടിൻ്റെ ഷേപ്പിലുമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കീസിൻ്റെ ഇതും കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പം ഇതുപോലെ പല ഷേപ്പിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിച്ചു പോവുകയും ചെയ്യും. നമ്മളിപ്പം കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെയാണ് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഉരുട്ടി തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും മതി കേട്ടോ. അവരെന്തായാലും കഴിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഷേപ്പിലൊന്നും അല്ല കാര്യം, ഇതിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഏത് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ആ ഒരു 3 ഷേപ്പിലാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു കട്ടർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 3 രീതിയിലുള്ള ഒരു ഷേപ്പിൽ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഏകദേശം ഇത്രയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ ഉരുളകളാക്കിയിട്ടുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഷേപ്പിലും ആക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കാനായിട്ടില്ല, ഇത് ഇതേപോലെ കഴിക്കുകയല്ലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റാഗി കേട്ടോ. പക്ഷേ എന്നാലും ആയിട്ടില്ല. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ആവിയിലും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അത് ചെയ്യുന്നതിന് മുന്നെയാണ് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത്. അപ്പം ഈ ഒരു രീതിയിൽ ആരും കഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീമറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഇല വെക്കണം എന്നൊന്നുമില്ല, ഞാനിപ്പം ഒരു ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാനും ഇതുപോലെ ഒന്ന് ഇല വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇപ്പം ഇതുപോലെ ആ ഒരു ഷേപ്പ് ചെയ്ത് വെച്ചതൊക്കെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് ആവിക്ക് വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും നമുക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് തന്നെ മതി നമുക്ക് ഇതൊന്ന് ആവിക്ക് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ആ ഒരു പഴമൊക്കെ നമുക്ക് കുക്കായതാണ്. എന്നാലും ആ റാഗി ഒന്നും കൂടെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടാണ് ഇതുപോലെ ഒരു ഒട്ടലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പം നല്ല റെഡി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങിലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഈ ഒരു ഐറ്റം ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ആവിക്ക് വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല കറക്റ്റ് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റോട് കൂടി തന്നെയുള്ളൊരു ഐറ്റം തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കപ്പഴമൊക്കെ വരട്ടിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു അതിനോടൊക്കെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ ഷേപ്പ് ഉണ്ടെങ്കിലോ ഷേപ്പ് ഇല്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മളൊരു പ്ലേറ്റിൽ പരത്തിയിട്ട് നമ്മൾ സ്ക്വയറായിട്ട് ഇത് പ്ലേറ്റിൽ പരത്തിയതിന് ശേഷം ആവിക്ക് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റായിട്ട് തന്നെ ഇത് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ടെങ്കിലും കാണാനും ഭംഗിയുണ്ട്, നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്ക് ആയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.